അമേരിക്കയുടെ യുദ്ധവിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങവെ ഇറാന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഹൂത്തി ഭീകര സംഘടനകൾ. ഇറാന് നേരെയുള്ള ഏതൊരാക്രമണവും തീവ്രവാദികൾക്കെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും ഇറാനെതിരെ പുതിയ യുദ്ധമുണ്ടായാൽ അത് മേഖലയെ ജ്വലിപ്പിക്കുമെന്നും ഹിസ്ബുള്ള ഭീകര നേതാവ് നഈം ഖാസിം മുന്നറിയിപ്പ് നൽകി. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്ത് ഇറാൻ ഭരണകൂടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടന്ന റാലിയിലായിരുന്നു ഹിസ്ബുള്ള തലവന്റെ പരാമർശം. ട്രംപ് ഖമനേയിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ പിന്തുടരുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഭീഷണിപ്പെടുത്തുന്നതെന്നും അതിനെ നേരിടാൻ ഉചിതമെന്ന് കരുതുന്ന ഏത് നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും ഖാസിം പറഞ്ഞു. ഇറാനെ ആക്രമിച്ചാൽ സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാഖ് പാരാമിലിറ്ററി ഗ്രൂപ്പായ ഖതൈബ് ഹിസ്ബുള്ളയും രംഗത്തെത്തി. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇറാനെ സൈനികമായി പിന്തുണയ്ക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ യുദ്ധം അനായാസമായിരിക്കില്ലെന്ന് ശത്രുക്കൾക്ക് ഉറപ്പു നൽകുന്നുവെന്നും തലവൻ അബു ഹുസൈൻ അൽ ഹമീദാവി പ്രസ്താവനയിൽ പറഞ്ഞു. അംഗങ്ങളുടെ യുദ്ധത്തിന് തയ്യാറെടുക്കാനും ഹമീദാവി ആഹ്വാനം ചെയ്തു. അതേസമയം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്നും പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്നുമാണ് ഹൂതികളുടെ ഭീഷണി. അമേരിക്കയുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയ ശേഷം ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഹൂതികൾ നിർത്തിവച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചപ്പോൾ ലെബനിലെ ഹിസ്ബുള്ളയും ഇറാഖി സായുധ ഗ്രൂപ്പുകളും യമനിലെ ഹൂതികളും ഉൾപ്പെടുന്ന സഖ്യകക്ഷികളൊന്നും സഹായത്തിനെത്തിയിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നാണ് ഭീകര നേതാക്കൾ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.